والذين آمنوا وعملوا الصالحات أولئك أصحاب الجنة هم فيها خالدون. സൂറത്തുൽ ബഖറയിലെ 82-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്തിൽ നാം പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ഉലൈക അൽ മദ്ദുൽ മുത്തസിലാണ് നിയമം. 4 or 5 ഖദർ ദീർഘിപ്പിക്കേണ്ടതാണ്. അൽ ജന്ന നൂനിൻ്റെ മേലെ ശബ്ദ വന്നത് കൊണ്ട് തന്നെ 2 ഖദർ മണിക്കേണ്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് കേൾക്കാം. والذين آمنوا وعملوا الصالحات أولئك أصحاب الجنة هم فيها خالدون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 82-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക അസ്ഹാബുൽ ജന്നതി ഹും ഫീഹാ ഖാലിദൂൻ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ വല്ലദീന യാതൊരു കൂട്ടർ, ആമനു അവർ വിശ്വസിച്ചു, വഅമിലു പ്രവർത്തിക്കുകയും ചെയ്തു, അസ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ, ഉലൈക അക്കൂട്ടർ, അസ്ഹാബ് ആൾക്കാരാണ്, അൽ ജന്നത്തി സ്വർഗത്തിന്റെ, ഹും ഫീഹാ അവർ അതിൽ, ഖാലിദൂൻ നിത്യവാസികളായിരിക്കും. അപ്പോൾ സഹോദരങ്ങളെ, ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാകട്ടെ അക്കൂട്ടർ സ്വർഗത്തിന്റെ ആൾക്കാരാകുന്നു, അവർ അതിൽ നിത്യവാസികളായിരിക്കും എന്നാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ആയത്തുകളിൽ യഹൂദികൾക്കിടയിൽ നിലനിന്നിരുന്ന ഒരു തെറ്റായ വാദം, നരകശിക്ഷ ഞങ്ങളെ സ്പർശിക്കുകയില്ല, ഇനി എങ്ങാനും നരകശിക്ഷ ഞങ്ങളെ സ്പർശിക്കുകയാണ് എങ്കിൽ അത് ഏതാനും ദിവസങ്ങളിൽ മാത്രമാണ് എന്ന ഒരു വഴിപിഴച്ച വിശ്വാസം യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരുന്നു. യഹൂദികളുടെ ഈ വാദത്തിന്റെ പൊള്ളത്തരം അത് എന്താണ് എന്ന് സൂറത്തുൽ ബഖറയിലെ 81-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയുണ്ടായി. ആർ തിന്മയെ നേടിവെക്കുകയും തന്റെ തെറ്റുകുറ്റം തന്നെ വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നുവോ അക്കൂട്ടർ നരകത്തിന്റെ ആൾക്കാരാകുന്നു, അവരതിൽ നിത്യവാസികളായിരിക്കുമെന്ന് യഹൂദികളെയും അതുപോലെ തന്നെ അവരല്ലാത്ത മറ്റു ജനതയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. അതിനുശേഷം നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്രാപിക്കുന്ന, സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ആളുകൾ ആരായിരിക്കുമെന്ന് തുടർന്നു വരുന്ന നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ 82-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി. വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാകട്ടെ ഉലൈക അസ്ഹാബുൽ ജന്ന അക്കൂട്ടർ സ്വർഗത്തിന്റെ ആൾക്കാരാകുന്നു, ഹും ഫീഹാ ഖാലിദൂൻ അവർ അതിൽ നിത്യവാസികളായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നത്. ഇവിടെ സഹോദരങ്ങളെ, വിശ്വാസികളായ ആളുകൾ, അതായത് അള്ളാഹുവിലും മലക്കുകളിലും അവന്റെ ഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും അന്ത്യദിനത്തിലുമൊക്കെ വിശ്വസിച്ചിട്ടുള്ള ആളുകൾ, അതോടൊപ്പം ഈ വിശ്വാസത്തോടൊപ്പം അവർ സൽക്കർമ്മം പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതായത് നിഷ്കളങ്കമായിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് അനുധാവനം ചെയ്തുകൊണ്ട് അമലുകൾ ചെയ്യുന്ന ആളുകൾ, അവർ സ്വർഗത്തിന്റെ ആളുകളാകുന്നു, അവരതിൽ നിത്യവാസികളായിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നത്. ഇവിടെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പണ്ഡിതന്മാർ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസം സ്വീകരിക്കാത്തവരുടെ അമലുകൾ അത് ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുകയില്ല എന്നാണ് നമുക്ക് അറിയിച്ചു തരുന്നത്. ഇക്കാര്യം വിവിധ സ്ഥലങ്ങളിലായി പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന ഒരു വിഷയമാണ്.
ഉദാഹരണത്തിന് സൂറത്തു നിസായിലെ 124-ാമത്തെ ആയത്ത്, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? വമൻ യഅമൽ മിനസ്വാലിഹാതി മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫൗലൈക യദ്ഖുലൂനൽ ജന്ന. ആണാകട്ടെ പെണ്ണാകട്ടെ ആര് സത്യവിശ്വാസിയായിക്കൊണ്ട് സൽപ്രവർത്തികൾ ചെയ്യുന്നുവോ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നത്. ഇവിടെ നോക്കൂ സഹോദരങ്ങളെ, ആണായാലും പെണ്ണായാലും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറയാതെ അയാൾ സത്യവിശ്വാസിയായിക്കൊണ്ട് പ്രവർത്തിച്ചാലാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വ്യക്തമാക്കി തരികയാണ്. ആ സത്യവിശ്വാസം എന്ന് പറയുന്നതിൽ അള്ളാഹുവിനുള്ള വിശ്വാസവും പ്രവാചകന്മാരിലുള്ള വിശ്വാസവും വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസവും ഒക്കെ അനിവാര്യമായും ഉണ്ടാകേണ്ടതുണ്ട് സഹോദരങ്ങളെ. യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാത്തവരാണ്. അവസാനത്തെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അവഗണിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസം ഇവരിൽ ഇല്ലാത്തത് കൊണ്ട് അവരുടെ അമലുകൾ സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന വളരെ മൗലികമായ തത്വം ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏതാനും ദിവസങ്ങളിൽ മാത്രമാണ് നരകശിക്ഷ ഞങ്ങളെ ബാധിക്കുകയുള്ളൂ, ഞങ്ങൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിന്റെ ആളുകളാണ് എന്ന യഹൂദികളുടെ ജൽപ്പനം അതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പ്രമുഖ പണ്ഡിതനായ അബ്ദുറഹ്മാൻ നാസർ സഅദി റഹിമഹുല്ലാ അദ്ദേഹം സൂറത്തുൽ ബഖറയിലെ 81-ാമത്തെയും 82-ാമത്തെയും ആയത്തുകളുടെ മൊത്തത്തിലുള്ള ഒരു ആശയം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയാണ്, വിജയത്തിന്റെയും രക്ഷയുടെയും ആളുകൾ ഹും അഹ്ലുൽ ഈമാനി വൽ അമലുസ് സാലിഹ്, അവർ ഈമാനും സൽക്കർമ്മങ്ങളും പ്രവർത്തിച്ച ആളുകളാണ്. നശിച്ചവരായ നരകത്തിന്റെ ആളുകൾ അൽ മുശ്രികൂന ബില്ലാഹ് അൽ കാഫിറൂന ബിഹി, അവർ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവരും അല്ലാഹുവിനെ നിഷേധിക്കുന്നവരുമാണ് എന്ന് നാസർ സഅദി റഹിമഹുല്ലാ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയിലെ 82-ാമത്തെ ആയത്തിന്റെ തഫ്സീറിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിക്കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസർ ബിൻ ഹംസ ഹഫിദഹുല്ലാ അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.